ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ നവോത്ഥാന നായകന്മാരുടെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലാണ് വന്ന് നിൽക്കുന്നത്. പുരുഷന്മാരായിട്ടുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാർട്ട് 10 ഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് പാർട്ട് 11. അപ്പോൾ ഇവിടെ എന്താ പഠിക്കുന്നത്? നമ്മൾക്ക് കാണാമല്ലേ, വനിതകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നവോത്ഥാന നായികമാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നവോത്ഥാനത്തിൻ്റെ നാൾ വഴിയിലൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വനിതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യക്തിയെ നോക്കിക്കോളൂ, ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ 1799 ജനിക്കുകയും 1982 മരിച്ചു. ജനനം 1899 മാർച്ച് 28. ലക്ഷ്മി എൻ മേനോൻ ജനിക്കുന്നത് 1899 മാർച്ച് 28. മാതാപിതാക്കൾ രാമവർമ്മ തമ്പാൻ, കുഞ്ഞമ്മ എന്നിവരായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ലക്ഷ്മി എൻ മേനോൻ. പ്രധാനമന്ത്രിയുടെ പാർലമെന്ററി സെക്രട്ടറിയായും നെഹ്റു മന്ത്രിസഭയുടെ വിദേശകാര്യമന്ത്രിയായിട്ടും, നോക്കൂ എത്ര വലിയ പ്രാധാന്യപ്പെട്ട ഒരു സ്ഥാനങ്ങളാണ് ലക്ഷ്മി എൻ മേനോൻ വഹിച്ചത്. പ്രധാനമന്ത്രിയുടെ പാർലമെന്ററി സെക്രട്ടറി ആയും നെഹ്റു മന്ത്രിസഭയുടെ വിദേശകാര്യമന്ത്രിയായും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? ലക്ഷ്മി എൻ മേനോൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 1982 നവംബറിൽ ലക്ഷ്മി എൻ മേനോൻ അന്തരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വ്യക്തിയെ നമുക്ക് നോക്കാം. കുട്ടിമാളുവമ്മ. 1905 1985 1985 ഏപ്രിൽ 23 ജനിച്ചു. മാതാപിതാക്കൾ ഗോവിന്ദ മേനോൻ, അമ്മു അമ്മ. സ്വാതന്ത്ര്യ സമരത്തിൽ മലബാർ പ്രദേശത്തെ ശക്തിയായ ഒരു നേതാവായിരുന്നു കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യ സമരത്തിൽ മലബാർ നമ്മുടെ കേരളത്തിൻ്റെ നോർത്തേൺ സൈഡിലുള്ള ഒരു ശക്തിയായ നേതാവായിരുന്നു ആര്? കുട്ടിമാളു അമ്മ. AICC മെമ്പറായിരുന്നു അവർ. ഡയറക്ടർ, മലബാർ ഹിന്ദി പ്രചാര സഭയുടെ പ്രസിഡന്റ് എന്നിവയൊക്കെയായിരുന്നു കുട്ടിമാളു അമ്മ. AICC മെമ്പർ, ഡയറക്ടർ, അതുപോലെ തന്നെ മലബാർ ഹിന്ദി പ്രചാര സഭയുടെ പ്രസിഡന്റ് ഒക്കെയായിരുന്നു കുട്ടിമാളു അമ്മ. 1936 മദ്രാസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1936 മദ്രാസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1925 ഏപ്രിൽ 14 അന്തരിച്ചു. 1985 ഏപ്രിൽ 14 അന്തരിച്ചു. 1985 ഏപ്രിൽ 14 കുട്ടിമാളു അമ്മ അന്തരിക്കുന്നുണ്ട്. ഇനി അടുത്തത് അക്കമ്മ ചെറിയാൻ. വളരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തി അക്കമ്മ ചെറിയാൻ. 1909 അക്കമ്മ ചെറിയാൻ ജനിക്കുന്നത്. 1982 അക്കമ്മ ചെറിയാൻ മരണമടയുന്നത്. 1985 അന്തരിക്കുന്നു. 1909 ജനിക്കുന്നു. കാർത്തിക പള്ളിയിലാണ് അക്കമ്മ ചെറിയാൻ ജനിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി. ഈ ചായല്ല, ഈ ഇതെന്ത് ചെയ്താൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നു. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായിക ആരാണ്? അക്കമ്മ ചെറിയാൻ. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. അക്കമ്മ ചെറിയാൻ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. 1932 കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. 1938 കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് 1938 ആരായിരുന്നു? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ രാജാവിൻ്റെ മുന്നിലേക്ക് രാഷ്ട്രീയ നേതൃത്വം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റാലി ഇവരുടെ നേതൃത്വത്തിൽ നടന്നു. ഈ റാലിക്ക് നേരെ ആക്രമണം നടത്താൻ ബ്രിട്ടീഷ് പോലീസ് ഉത്തരവിട്ടു. ഞാനാണ് ലീഡർ, ഇവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലുക എന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഈ ശക്തമായ വാക്കുകൾ കേട്ടപ്പോൾ ബ്രിട്ടീഷുകാർ പിന്മാറി. ഇന്ന് എത്ര നേതാക്കൾ ഇങ്ങനെ പറയൂലേ? ഒരു റാലിക്ക് മുമ്പിൽ പോയി നിന്നിട്ട് ഞാനാണ് ലീഡർ, ആദ്യം എന്നെ തല്ലണം, നിങ്ങൾ ഇവരെ തൊടുന്നതിന് മുന്നേ ആദ്യം എന്നെ തല്ലണം, എന്നിട്ടേ നിങ്ങൾക്ക് ഇവരെ കൊല്ലാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഇവരെ തല്ലാൻ സാധിക്കൂ എന്ന് പറയുന്ന എത്ര നേതാക്കൾ നമുക്കുന്നുണ്ട്? അതൊക്കെ നമുക്കറിയാമല്ലേ. അപ്പം മുന്നിൽ പോലീസിനെ കാണുമ്പോഴേക്കും അവർ ബാക്കിൽ കൂടെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം ഞാനാണ് ലീഡർ, ഇവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞത് എന്നിവർ ആവശ്യപ്പെട്ടു. ഓക്കെ, ഈ വാക്കുകൾ കേട്ടപ്പോൾ ബ്രിട്ടീഷുകാർ പിന്മാറി. സ്വാതന്ത്ര്യത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യ പ്രോട്ടേം ആണ്.
പ്രോട്ടേം. ആദ്യം പ്രോട്ടേം സ്പീക്കറായ റോസമ്മ പുന്നൂസ് സഹോദരിയാണ്. അപ്പോൾ റോസമ്മ പുന്നൂസാണ് നമ്മളിത് പഠിച്ചിട്ടുണ്ടല്ലേ, ആദ്യത്തെ നിയമസഭയെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീക്കറായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കറായ റോസമ്മ പുന്നൂസ് അക്കമ്മ ചെറിയാൻ്റെ സഹോദരിയാണ്. 1982 മെയ് 5-നാണ് അക്കമ്മ ചെറിയാൻ അന്തരിക്കുന്നത്. ഓരോ പോയിന്റും 4-5 വട്ടം വായിക്കുക. അത് ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ വെറുതെ 5-6 പ്രാവശ്യം വായിച്ച് നിങ്ങളിത് വെറുതെ ക്ലാസ് ഇങ്ങനെ ലെങ്ത് ആക്കുന്നതിൽ കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ മനസ്സിരുത്തി നല്ല ശ്രദ്ധയോടെ വായിക്കുക, സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പീഡ് ക്രമീകരിച്ച് നിങ്ങളുടെ ഒരു എനിക്കൊക്കെ കുറച്ച് സ്പീഡ് കൂടുതൽ കേട്ടാലും കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരിക്കാൻ കഴിയും. ചില ആളുകൾക്ക് അത്ര സ്പീഡിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ചില ആളുകൾ റിവിഷനാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായും അത്യാവശ്യം ഒരു 1.5 സ്പീഡിലൊക്കെ കണ്ടുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അമ്മു സ്വാമിനാഥൻ, അമ്മു സ്വാമിനാഥൻ 1894 ജനിക്കുന്നത്. 1978 മരിക്കുന്നതും ഉണ്ട്. 1894 ഏപ്രിൽ 22 പൊന്നാനിയിലാണ് അമ്മു സ്വാമിനാഥൻ ജനിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യകാല വനിതാ സംഘടനയായ മദ്രാസ് വിമൻ അസോസിയേഷൻ്റെ പ്രവർത്തകയായിരുന്നു അമ്മു സ്വാമിനാഥൻ. ഇന്ത്യയിലെ ആദ്യകാല വനിതാ സംഘടനയായ മദ്രാസ് വിമൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകയായിരുന്നു അമ്മു സ്വാമിനാഥൻ. 1936 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം ഇന്ത്യ ആകെ സഞ്ചരിച്ചു. 1936 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ പ്രചാരണാർത്ഥം ഇന്ത്യയിലാകെ സന്ദർശിച്ചിട്ടുണ്ട്. സഞ്ചരിച്ച് എന്ത് ചെയ്തു, INCയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അമ്മു സ്വാമിനാഥൻ അറസ്റ്റിൽ ആയിട്ടുണ്ട്. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി ആരാണ്? അമ്മു സ്വാമിനാഥൻ. 1947 രൂപീകൃതമായ കോൺഗ്രസ് അസംബ്ലിയിൽ അംഗമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഒരു കോൺഗ്രസ് മെയിനായിട്ട് കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു അസംബ്ലി ഉണ്ടായിരുന്നു, അതിനകത്ത് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു അംഗമായിരുന്നു. രാജ്യസഭാംഗവുമായിരുന്നു, ലോകസഭാംഗവുമായിരുന്നു അമ്മു സ്വാമിനാഥൻ. 1978 അന്തരിച്ചിട്ടുണ്ട്. അമ്മു സ്വാമിനാഥൻ 1978 അന്തരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, പോവാം. അടുത്ത വ്യക്തി പാർവതി നെന്മേനി മംഗലം. ഘോഷ, മുറജപം എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കാൻ പ്രവർത്തിച്ച വ്യക്തിയാണ് പാർവതി നെന്മേനി മംഗലം. യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചു. അന്തർജന സമാജം രൂപീകരിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് പാർവതി നെന്മേനി മംഗലം. അടുത്ത വ്യക്തി ആര്യപ്പള്ളം. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്യപ്പള്ളം. പ്രവർത്തിച്ചു. അന്തർജന സമാജത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു ആര്യപ്പള്ളം. അന്തർജന സമാജത്തിൻ്റെ സ്ത്രീകളുടെ ലൈബ്രറി 1968 പാലക്കാട് തുടങ്ങി. അന്തർജന സമാജത്തിൻ്റെ സ്ത്രീകളുടെ ലൈബ്രറി 1968 പാലക്കാട് തുടങ്ങി. അന്തർജന സമാജം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 1977 പാലക്കാട് രജിസ്റ്റർ ചെയ്തു. അന്തർജന സമാജം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം 1977 പാലക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1976 നമ്പൂതിരി ബില്ലിനെ ഈ സമാജം പിന്തുണച്ചു. 1976 നമ്പൂതിരി ബില്ലിനെ ഈ സമാജം പിന്തുണച്ചു. ഓക്കെ, ഇനി അടുത്ത വ്യക്തി ലളിതാംബിക അന്തർജനത്തിന് നമ്മളൊരു നവോത്ഥാന നായിക എന്നതിലുപരിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യത്തിലെ ഒരു വ്യക്തിയായിട്ടാണ് പഠിക്കുക. എങ്കിലും നമ്പൂതിരി സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ തൂലിക ചലിപ്പിച്ച എഴുതിയ വ്യക്തിയാണ് ലളിതാംബിക അന്തർജനം. താൻ ഉൾപ്പെടുന്ന സമുദായത്തിലെ വേദന അനുഭവിക്കുന്ന അന്തർജനങ്ങളുടെ കഥയാണ് ഇവർ കഥയായും കവിതയായും ഒക്കെ അവതരിച്ചത്. കവിതയുടെ ഭാവസൗകുമാര്യവും പ്രസന്നതയും അന്തർജനത്തിൻ്റെ കഥകളിലുടനീളം കാണാം. തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, മൂടുപടത്തിൽ, കണ്ണുനീരിൻ്റെ പുഞ്ചിരി, കാലത്തിൻ്റെ ഏടുകൾ തുടങ്ങിയവയാണ് പ്രധാന കഥാസമാഹാരങ്ങൾ. അഗ്നിസാക്ഷിയാണ് നമ്മളെല്ലാവരും വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി.
ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നൊരു ആത്മകഥയും അദ്ദേഹം അവർ എഴുതിയിട്ടുണ്ട്. അഗ്നിസാക്ഷി, അതുപോലെ തന്നെ ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന ആത്മകഥയും ആരെഴുതിയിട്ടുണ്ട്? ലളിതാംബിക അന്തർജനം എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ആണ് ലഭിച്ചത്. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് 1977. ഓക്കെ, തോന്നുന്നു അതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിതോ ഈ ക്ലാസ്സോടുകൂടി തീരാണ്. ഇനി നവോത്ഥാന നായകന്മാരെ കുറിച്ചല്ല, നവോത്ഥാനം, കേരള നവോത്ഥാനത്തിലെ ചില നമ്മൾ വിട്ടുപോയ പറയാൻ തിരുന്ന ചില പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. ഈ ആഴ്ചയോടുകൂടി നവോത്ഥാനം, കേരള നവോത്ഥാനം എന്ന പോയിന്റ് തീരാണ്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ചരിത്രം എന്ന PSCയുടെ വിഷയത്തിൽ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കേരള ചരിത്രത്തിലെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഏതെങ്കിലും വിട്ടുപോയ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഈ വിഷയം, ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടില്ല, അപ്പോൾ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ക്ലാസ് മുതൽ ഇന്ത്യൻ ചരിത്രം, അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യങ്ങൾ തൊട്ട് നമ്മളങ്ങ് വേദകാലം മുതൽ തന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ക്ലാസ്സുകൾ അതിൻ്റേതായ ഒരു ഓർഡറിൽ തന്നെ കാണാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളുടെ ഈ ഹിസ്റ്ററി, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ വീഡിയോകളും, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും എവിടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായും നിങ്ങൾക്കത് കാണാം കേട്ടോ. കൂടാതെ ഹിസ്റ്ററി അല്ലാതെ നമ്മൾ ഇംഗ്ലീഷിൻ്റെയും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എടുത്തു പോകുന്നത്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.